ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. മാമോദീസായിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വന്നിട്ടും ഈ പരിശുദ്ധാത്മാവിനെ അനുഭവിച്ചറിയുവാനോ പരിശുദ്ധാത്മാവുമായി ഒരു വ്യക്തിബന്ധം സ്ഥാപിക്കുവാനോ പലർക്കും സാധിക്കാതെ പോകുന്നുണ്ട്. ഈ പന്തക്കുസ്ത തിരുനാളിന് വേണ്ടി ഒരുങ്ങി പലരും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. പന്തക്കുസ്ത ദിനത്തിൽ പരിശുദ്ധാത്മാവ് വരും, ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ വേണ്ടി ഇങ്ങനെ മായാലോകത്ത് എന്ന പോലെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം മാമോദീസായിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വന്നു. ഇനി മറ്റൊരു പരിശുദ്ധാത്മാവ് ഈ പന്തക്കുസ്ത ദിനത്തിൽ കടന്നു വരികയില്ല. നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. കഴിഞ്ഞ പന്തക്കുസ്ത തിരുനാളിന് വേണ്ടി ഇതുപോലെ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചൊരുങ്ങി പന്തക്കുസ്തയ്ക്ക് ശേഷം പ്രത്യേകിച്ച് ഒരു മാറ്റവും സംഭവിച്ചില്ല. ഈ പന്തക്കുസ്ത വരുമ്പോഴും വീണ്ടും പരിശുദ്ധാത്മാവിൻ്റെ വരവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലിരുന്ന് പരിശുദ്ധാത്മാവ് ഇങ്ങനെ സങ്കടപ്പെടുന്നുണ്ട്. കാരണം നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിച്ചിട്ട് ഈ പരിശുദ്ധാത്മാവിനെ മനസ്സിലാക്കാതെ മറ്റൊരു പരിശുദ്ധാത്മാവ് വരും എന്നിങ്ങനെ പ്രതീക്ഷിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് എത്രമാത്രം സങ്കടം വരുന്നുണ്ട് എന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഒരു ധ്യാനം നടക്കുമ്പോൾ ആ ധ്യാനത്തിലേക്ക് ചിലപ്പം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കടന്നു വരാതിരിക്കും. എന്നാൽ ഒരു പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ പുരോഹിതൻ കാസയുടെയും പീലാസയുടെയും മുകളിൽ കൈകൾ വെച്ച് പരിശുദ്ധാത്മാവിൻ്റെ വരവിന് വേണ്ടി അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ ബലിപീഠത്തിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വരും. ആ സമയത്ത് നമ്മൾ പലരും കസേരയിലിരിക്കും, അല്ലെങ്കിൽ ആ സമയത്ത് ഇങ്ങനെ മൊബൈലൊക്കെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ഇരിക്കുമ്പോൾ ആ ബലിപീഠത്തിലേക്ക് ഇറങ്ങി വരുന്ന ആ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്ന ഒരു സമയത്ത് നമ്മൾ മുട്ടിന്മേൽ നിന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് പരിശുദ്ധാത്മാവെ എന്നെ ഒന്ന് അഭിഷേകം ചെയ്യണമേ, എൻ്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവെ എന്നെ ഒന്ന് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു സമയം നമ്മളൊരു പന്തക്കുസ്ത അനുഭവത്തിലേക്ക് മാറും. എന്നാൽ പലരും ആ ഒരു സമയം ഈ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നുണ്ടോ അല്ലെങ്കിൽ ആ ഒരു സമയത്തെക്കുറിച്ച് പലരും ചിന്തിക്കാറ് പോലുമില്ല. എന്നിട്ട് പന്തക്കുസ്ത ദിനം വരുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കും പരിശുദ്ധാത്മാവിൻ്റെ വരവിന് വേണ്ടി. പ്രിയപ്പെട്ടവരെ, ഓരോ പരിശുദ്ധ കുർബാനയും പന്തക്കുസ്ത ദിനമാണ്. നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു അഭിഷേകം നമ്മുടെ ഉള്ളിൽ മങ്ങിപ്പോയ പരിശുദ്ധാത്മാവിൻ്റെ ഒരു കത്തൽ ഉണ്ടാകുവാൻ ഓരോ പരിശുദ്ധ കുർബാനയും ബലിപീഠത്തിലേക്ക് ഇറങ്ങി വരുന്ന പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്ന ആ ഒരു സമയം നമ്മൾ ബഹുമാനത്തോടു കൂടി, നമ്മൾ എത്രമാത്രം ഏകാഗ്രതയോടുകൂടി നമ്മൾ ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നോ ആ സമയം നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു കത്തൽ ഉണ്ടാകുവാൻ തുടങ്ങും. പ്രിയപ്പെട്ടവരെ, ഈ പന്തക്കുസ്തയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോഴും നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനെ തിരിച്ചറിഞ്ഞ് ആ പരിശുദ്ധാത്മാവുമായുള്ളൊരു വ്യക്തിബന്ധത്തിൽ മുൻപോട്ട് പോകുവാൻ വേണ്ടി നിങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ കുമ്പസാരം നടത്തി പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ഈശോയെ സ്വീകരിച്ച് പരിശുദ്ധ കുർബാനയിലേക്ക് കടന്നു വരുന്ന പരിശുദ്ധാത്മാവിനേക്ക് ഒന്ന് അനുഭവിച്ചറിയുവാൻ ശ്രമിക്കുമ്പോൾ തന്നെ നമ്മൾ ആ പരിശുദ്ധാത്മാവുമായുള്ള ആ ഒരു വ്യക്തിബന്ധത്തിലേക്ക് കടന്നു വരുവാൻ തുടങ്ങും. ഈശോ നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥവും വിശുദ്ധ മിഖായേൽ ദൂതൻ്റെ സംരക്ഷണവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബങ്ങളോടും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആവേ മരിയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.